നമസ്കാരം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലിയിൽ താമസിക്കുന്ന മാട്ടുപ്പെട്ടി കൊരണ്ടക്കാട് സ്വദേശി എസ് സുരേന്ദ്രനാണ് അറസ്റ്റിലായത്. ഓട്ടോറിക്ഷ പിടിച്ചെടുത്ത പോലീസ് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങി. 10 ദിവസത്തിനിടയിൽ മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള മൂന്നാമത്തെ ആക്രമണ സ്വഭാവമാണിത്. തിരിച്ചുകയറി സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനവ് രേഖപ്പെടുത്തി. ഇന്നലെ വില മാറ്റമില്ലാതെ തുടർന്നതിന് ശേഷമാണ് ഇന്ന് ഒറ്റയടിക്ക് കുതിച്ചുയർന്നത്. ഒരു പവന് ഇന്ന് 880 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 90,360 രൂപയായി ഉയർന്നു. 1 ഗ്രാമിന് 110 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി. 11,295 ഈ വർധനവിന് മുമ്പ് ഇന്നലെ ഒരു പവൻ സ്വർണത്തിന്റെ വില 89,480 1 ഗ്രാമിന്റെ വില 11,185 ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. വീടിടിഞ്ഞ് കുട്ടികൾ മരിച്ച സംഭവം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പാലക്കാട് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്ത്. 4 വയസ്സുകാരൻ അജിനേഷിന് തലയ്ക്കും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റു. മരിച്ച 7 വയസ്സുകാരൻ ആദിക്ക് വലത് തുടയെല്ലിനും നെഞ്ചിലും പരിക്കേറ്റിട്ടുണ്ട്. തുടയെല്ലിലെ മുറിവിലെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. 4 വയസ്സുകാരൻ അജിനേഷിന് തലയ്ക്കും നെഞ്ചിലുമാണ് ഗുരുതര പരിക്കേറ്റത്. കുട്ടിയെ വൈകി എത്തിച്ചത് മരണത്തിലേക്ക് നയിച്ചെന്ന് കോട്ടാത്ര ആശുപത്രി അധികൃതർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ആദിക്ക് നഷ്ടമായത് അമ്മയെയും അച്ഛനെയും. ഹരിപ്പാട്ടെ വീട്ടിൽ 4 വയസ്സുകാരൻ തനിച്ച്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ദമ്പതികൾ മരണപ്പെട്ടു. വിയ്യപുരം പായിപ്പാട് കാരിച്ചാൽ സതീഷ് ഭവനത്തിൽ സതീഷ്, ഭാര്യ സരിത എന്നിവരാണ് മരിച്ചത്. അർബുദ രോഗബാധയെ തുടർന്ന് സരിത വെള്ളിയാഴ്ചയും ഹൃദയാഘാതത്തെ തുടർന്ന് സന്തോഷ് ശനിയാഴ്ച രാത്രിയിലുമാണ് മരണമടഞ്ഞത്. ഇരുവരുടെയും സംസ്കാരം നടത്തി. ഏകമകൻ ആദികൃഷ്ണ മണ്ണർശാല ശ്രീ നാഗരാജ വിദ്യാപീഠ സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. കോൺഗ്രസിന്റെ സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകൻ VM വിനു. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസ്. സംവിധായകൻ VM വിനുവിനെ കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയാക്കി മത്സരം ഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. മത്സരിക്കുന്നതിനായി തന്റെ അനുവാദം ചോദിച്ചതായും സമ്മതം അറിയിച്ചിട്ടില്ല എന്നുമാണ് VM വിനു പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. 49 സീറ്റിലാണ് കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. ഇതിൽ 23 സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക.